ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയാണ്. അപ്പോൾ സ്കൂളിലേക്കൊക്കെ കുട്ടികൾ പോകുമ്പോൾ ലഞ്ച് ബോക്സിൽ കൊടുക്കാൻ പറ്റിയ സംഭവം. അപ്പോൾ നമ്മളതിൽ ആദ്യമായിട്ട് ഒരു പിടി വേപ്പിലയും അതുപോലെ സ്പെഷ്യലായിട്ട് നമ്മൾ ചേർക്കുന്നതാണ് മുരിങ്ങയുടെ ഇല, അതും ഒരു പിടി, പിന്നെ കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് സബോളയും ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതുപോലെ കുറച്ച് വെളുത്തുള്ളി. അത് തോലൊന്നും കളയാണ്ട് തന്നെ കേട്ടോ ഞാൻ എടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള വറ്റൽമുളക്, പിന്നെ ഒരു നാളികേരം. അപ്പോൾ ആദ്യമായി തന്നെ നമുക്ക് ചട്ടി നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് സബോളയും ചുവന്നുള്ളി ഇട്ടിട്ട് നല്ലപോലെ വാട്ടിയെടുക്കാം. അത് വാടി കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അതൊന്ന് വാടി സെറ്റായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൽ ചേർത്തിട്ട് നല്ലപോലെ അങ്ങ് ഇളക്കിയെടുക്കാം. അത് നല്ലപോലെ ഇളക്കി അതൊന്നും അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറി ഒന്ന് വരുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വറ്റൽ മുളകിനെ നമ്മൾ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി ആ വറ്റൽ മുളക് ഒന്ന് ചൂടായി നല്ലൊരു എന്താ പറയുക, ഒരു ചെറിയൊരു കളർ ചേഞ്ചൊക്കെ ആയി തന്നെ ഇളക്കി കൊടുത്തിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഇലകൾ, വേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങയുടെ ഇലയും, ഇത് രണ്ടും ഓരോ പിടി അതാണ് എടുത്തേക്കുന്നത്. അത് നമ്മളതിൽ ചേർത്തിട്ട് നല്ലപോലെ യോജിപ്പിക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ നാളികേരം, ഒരു നാളികേരമാണ്. ഒരു നാളികേരം അത്യാവശ്യം വലിപ്പമുള്ള ഒരു നാളികേരമാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. അത് അതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഈ വറ്റൽമുളകും ഉള്ളിയും സബോളയും അങ്ങനെയുള്ള എല്ലായിടത്തും ആവുന്ന തരത്തിൽ നല്ലപോലെ ഇളക്കി ഇനി അതിൻ്റെ ഒരു കളറ് ചേഞ്ച്, ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് ചട്ടിയിലിട്ടിട്ട് നല്ലപോലെ ചൂടാക്കി വറുത്തങ്ങോട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം. ഇട്ട് എല്ലായിടത്തും നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പുളി ചേർത്ത് ഇതുപോലെ നല്ലപോലെ ഇളക്കിയെടുക്കാം. ഇനി അടുത്തത് വേണ്ടത് മുളകാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് മുളകേ ചേർക്കുന്നുള്ളൂ, കാരണം നമ്മൾ വറ്റൽമുളക് അത്യാവശ്യം ഇട്ടിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്കുള്ള ലഞ്ച് ബോക്സിന് ഉദ്ദേശിച്ചിട്ടാണ് നമ്മളിത് മെയിനായിട്ട് ചെയ്യണത്. അപ്പോൾ എരിവ് കുറച്ച് കുറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് വല്ലാതെ അധികമില്ല, ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. മുളക് പൊടി ചേർക്കുന്നതിന് മുന്നായിട്ട് തന്നെ നമ്മളിവിടെ ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പോൾ ഈ നാളികേരം നല്ല ചൂടായിട്ടിരിക്കുന്ന ഈ നാളികേരത്തിൽ നമ്മൾ പൊടി ഇട്ടാൽ തന്നെ നല്ലപോലെ ഇളക്കിയാൽ തന്നെ അതിൻ്റെ ആ പച്ചമണം കാര്യങ്ങളൊക്കെ പോയിക്കോളും. അപ്പോൾ ഇനി അടുത്തത് നമുക്കത് ചൂടാറുമ്പോൾ നമ്മളത് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കുകയാണ് ഇനി അടുത്തൊരു പരിപാടി. അപ്പോൾ എല്ലാതും ഇതുപോലെ പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റിയായ ഹെൽത്തിയായ മുരിങ്ങയുടെ ഇലക്കിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. എല്ലാവരുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ടാറ്റാ ബൈ.